5 ധാരാളം EV വാഹനങ്ങളിലും വണ്ടി വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്തെങ്കിലും നോക്കാം. ആദ്യമായി തന്നെ വണ്ടിയുടെ വാട്ടർ ലെവൽ നമുക്ക് ഏകദേശം റണ്ണിംഗ് ബോണിൻ്റെ താഴെ ഭാഗം നിൽക്കുന്ന ലെവലിൽ മാത്രമേ അതിൻ്റെ വാട്ടർ ലെവൽ വരാൻ പാടുള്ളൂ. പിന്നെ രണ്ടാമതായിട്ടുള്ള മെയിൻ കേസ്, നമ്മൾ വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പം കുറച്ചും കൂടെ മുകളിലോട്ട് വെള്ളം കയറി ഇതിൻ്റെ അകത്തേക്ക് ഇലക്ട്രിക് കമ്പോണൻസിലും ബാറ്ററി പാക്കിലൊക്കെ വെള്ളം കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ്. വണ്ടിയുടെ വെള്ളത്തിൻ്റെ ലെവൽ, വാട്ടർ ലെവലിൽ നമുക്ക് കുറച്ചും കൂടെ താഴോട്ട് റണ്ണിംഗ് മോഡ് താഴോട്ട് നിൽക്കുക. പുതിയൊരു EV വരുന്നതിൽ 5 കുറച്ചും കൂടെയൊക്കെ വാട്ടർ ലെവൽ കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതിലിപ്പോൾ 2025 ഫേസ് വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് താഴോട്ട് നിൽക്കാവും. പിന്നെ അടുത്ത് പ്രധാനമായിട്ട് നമ്മൾ വണ്ടി വെള്ളത്തിൽ കൂടെ ഓടിച്ച് പോകുന്ന സമയത്ത് ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്തും എടുത്തുമുള്ള മെത്തേഡ് ചെയ്യാൻ പാടില്ല. സ്പീഡ് കുറച്ച് ഒരേ മെത്തേഡ് തന്നെ ആക്സിലേറ്റർ കൊടുത്ത് പോകേണ്ടതാണ്. അത് കഴിഞ്ഞ് വെള്ളമുള്ള ഭാഗം കഴിഞ്ഞ് വണ്ടി വന്ന് വെള്ളം ഇല്ലാത്ത ഭാഗം ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ബ്രേക്കിൻ്റെ ഡിസ്കിലും എല്ലാം വെള്ളം കയറിയ ഒരു ഭാഗത്തുനിന്ന് വെള്ളം ഇറങ്ങിപ്പോകേണ്ട സാവകാശം കൂടെ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം.